നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കപ്പുണ്ടോ എന്ന് ചോദിച്ചവരോട് ഇഷ്ടം പോലെ എന്ന് പറയാവുന്ന ഒരു രൂപത്തിലേക്ക് അർജന്റീന മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് ഒരു തമാശ വീഡിയോ കണ്ടിരുന്നില്ലേ, ഇങ്ങനെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ ആ രൂപത്തിലേക്ക് മാറി. എക്സാക്ട്ലി അർജന്റീന ആ രൂപത്തിലേക്ക് മാറി. 28 കൊല്ലക്കാലം ഒന്നുമില്ലാതിരുന്ന ഒരു ട്രോഫി ഡ്രൗട്ട് അനുഭവിച്ച ടീമാണെന്ന് പറയാൻ പറ്റുമോ? 2021 കോപ്പ മുതൽ പിന്നെ അങ്ങ് കിരീടങ്ങൾ അണപൊട്ടി ഒഴുകുകയാണ് ട്രോഫി ക്യാബിനറ്റിലേക്ക്. അപ്പം മെസ്സി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടീം 25ഉം 26ഉം ഒക്കെ പ്രായമുള്ളവരാണ് അധികവും. അവർക്ക് ആ വിന്നിങ് ഡിസയർ നിലനിർത്താൻ പറ്റണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഭാവിയിലേക്ക് ആ ഒരു ഡിസയർ നിലനിർത്തി പോവേണ്ടതുണ്ട്. കാരണം ഈ പ്രായത്തിലെ വേൾഡ് ചാമ്പ്യന്മാരാണ്, 2 തവണ കോപ്പ അമേരിക്ക നേടിയവരാണ്, ഫൈനലിസ്റ്റ് നേടിയവരാണ്. ഹുലിൻ ആൽവരസിനൊക്കെ നോക്കുക. ഇനി എന്താ നേടാനുള്ളത്? ഒരു കരിയർ മുഴുവനും നീണ്ടു നിവർന്നങ്ങ് മുന്നിൽ കിടക്കുകയുമാണ്. സോ ആ ഒരു ഡിസയർ നിലനിർത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അർജന്റീനയുടെ മുന്നിൽ ഇമ്മീഡിയറ്റ്ലി വരുന്ന 3 ചാലഞ്ചുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അർജന്റീൻ കോച്ച് ലയണൽ സ്കലോനി ഓൺ ആൻഡ് ഓഫ് ദി പിച്ചിൽ കൈകാര്യം ചെയ്യേണ്ട 3 പ്രധാന ചാലഞ്ചുകൾ. നമ്മൾ വായുവിൽ നിന്നെടുത്ത് പടച്ചു വിടുന്നതല്ല. അർജന്റീനയിലെ പ്രമുഖ മാധ്യമം TYC സ്പോർട്സ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ട് ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. സോ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. തൊട്ടു മുന്നിൽ ഇനിയുള്ള ചാലഞ്ച് വേൾഡ് കപ്പ് ക്വാളിഫയറാണ്. 2026 വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയർ. സെപ്റ്റംബർ മാസത്തിലെടുത്ത മത്സരങ്ങൾ വരുന്ന 2 കളികളുണ്ട്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. ആ 3 ഫിഫ ഡേറ്റിലും വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുണ്ട്. 2 വീതം മത്സരങ്ങൾ. അങ്ങനെ 2024 കളികൾ കഴിയും. പിന്നെ 2025 മാർച്ചിലായിരിക്കും അടുത്ത ഫിഫ ഡേറ്റ് വരിക. മാർച്ചിലും ജൂണിലും ഒക്കെ ആയിട്ടായിരിക്കും പിന്നെ ഫിഫ ഡേറ്റുകൾ ഉണ്ടാകുക. സാധാരണ അർജന്റീന ടീം അംഗങ്ങൾ വലിയ ടീമുകളുമായിട്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ വേണമെന്ന് അവരുടെ FAയോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും അങ്ങനെ വലിയ ടീമുകളോട് അവർ വേൾഡ് കപ്പിന് ശേഷം ഒന്നും കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എങ്കിൽ പോലും ഇമ്പോർട്ടൻ്റ് കളികൾ വരുമ്പോൾ അവർ മികവ് കാണിച്ച് വിജയിച്ച് കയറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇവിടെ ഇനി വരുന്ന ഈ ഒരു ഫിഫ ഡേറ്റുകളിൽ വലിയ ടീമുകളുമായിട്ട് ഫ്രണ്ട്ലി വേണമെന്ന റിക്വസ്റ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. സെപ്റ്റംബർ 2025 വരെയുള്ള കാലഘട്ടത്തിലെ ആ ഒരു ഫിഫ ഡേറ്റുകളൊക്കെ ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ്, ഓൾറെഡി ഫിൽഡ് ആണ്. അത് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുമായിട്ട് ഫിൽഡ് ആയിട്ടുണ്ട് എന്നർത്ഥം. നിലവിലെന്താ സ്ഥിതിവിശേഷം? അർജന്റീന കോൺമബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 15 പോയിന്റുകളുമായിട്ട് 1-ാം സ്ഥാനത്താണ്. മാക്സിമം ലഭിക്കേണ്ടത് 18 പോയിൻ്റാണ്. അതിൽ 15ഉം അവർ നേടി. ഒരു കളി അവർ തോറ്റിരുന്നു. അപ്പം ഇപ്പോൾ 1-ാം സ്ഥാനത്താണ്. നിലവിലെ ഈ ഒരു പോക്കാണെങ്കിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ വിജയിക്കുക, വേൾഡ് കപ്പിന് ക്വാളിഫിക്കേഷൻ നേടുക എന്നുള്ളത് അർജന്റീനയ്ക്ക് ഒരു ഫോർമാലിറ്റി മാത്രമായിരിക്കും. ഇനിയും കുറേ റൗണ്ട് മത്സരങ്ങൾ അവിടെ ബാക്കിയുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഇത്തവണത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ. അവിടുത്തെ 48 ടീമുകളാണല്ലോ അടുത്ത വേൾഡ് കപ്പിന്. അതുകൊണ്ട് തന്നെ 6 ടീമുകൾക്ക് ക്വാളിഫിക്കേഷൻ ലഭിക്കും ഡയറക്റ്റ്ലി. അവിടെ ആകെ 10 ടീമുകളാണ് കോൺമബോളിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കുന്നത്. അതിൽ 6 ടീമുകളും കയറും. പിന്നെ 7ാമത്തെ ടീമിന് ഒരു ഇന്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫും ഉണ്ടാകും. ചുരുക്കത്തിൽ അർജന്റീനയ്ക്ക് ഇത്തവണത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ എന്നുള്ളത് ഒരു ഫോർമാലിറ്റി മാത്രമാണ്. എളുപ്പത്തിൽ അവർ കടന്നുകൂടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദെൻ അടുത്ത തൊട്ടു മുന്നിലുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ എന്ന് പറയുന്നത് ഈ സെപ്റ്റംബർ മാസത്തിലെ കളികളാണ്. ചിലിക്കെതിരെ ഒരു കളി വരുന്നു. അതോടൊപ്പം അടുത്ത മത്സരം കൊളംബിയക്കെതിരെയാണ്. ഒരു റിവഞ്ചിനുള്ള സാധ്യതയൊക്കെ നമ്മളിവിടെ കാണുന്നു. ഈ ചിലിക്കെതിരെയുള്ള മത്സരം ഹോം മത്സരമാണ്, കൊളംബിയക്കെതിരെയുള്ള മത്സരം എവേ മത്സരമാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സോ കൊളംബിയ വേഴ്സസ് അർജന്റീന സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിലുണ്ട്. ഇൻട്രസ്റ്റിംഗ്. സോ അതാണ് 1-ാമത്തെ ചാലഞ്ച്. ഇമ്മീഡിയറ്റ് ആയിട്ട് സ്കലോനി ഫേസ് ചെയ്യേണ്ട 1-ാമത്തെ ചാലഞ്ച്. 2-ാമത്തത് ഫൈനലിസിമ. അനദർ ടൈറ്റിൽ വിത്ത് എ സ്പെഷ്യൽ ഫ്ലേവർ ഫോർ സ്കലോനി. കാരണം സ്കലോനിക്ക് സ്പെയിനുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഫാമിലി എവിടെയാണ്, അദ്ദേഹം താമസിക്കുന്നത് അവിടെയാണ്. സോ സ്പെയിനുമായിട്ട് അദ്ദേഹത്തിൻ്റെ ടീം കളിക്കേണ്ടി വരുന്നു. ഏതായാലും ഫൈനലിസിമയുടെ ഡേറ്റ് അതുപോലെ വെന്യൂ ഇതൊന്നും ഇപ്പോഴും ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. ഒഫീഷ്യൽ ഒരു തീരുമാനം വന്നിട്ടില്ല. കഴിഞ്ഞ തവണ
നമുക്കറിയാം വെംബ്ലിയിൽ വെച്ചിട്ടായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. ഇറ്റലിയും അർജന്റീനയും തമ്മിൽ, ഇത്തവണ സ്പെയിനും തമ്മിൽ എവിടെ വെച്ച് നടക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ലോജിക്കലി ഈ കളി നടക്കുക അമേരിക്കൻ കോണ്ടിനെന്റുകളിൽ ഒന്നിലായിരിക്കുമെന്നാണ്. കഴിഞ്ഞ തവണ കളി നടന്നത് യൂറോപ്പിലായതുകൊണ്ട് ഇത്തവണ കോർണവോളിന് ആയിരിക്കും വെന്യൂ അറേഞ്ച് ചെയ്യാനുള്ള അവസരം ലഭിക്കുക എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതോടൊപ്പം തന്നെ 2025 ജൂൺ ഓർ ജൂലൈ മാസങ്ങളിലായിരിക്കും ഈ ഒരു കളി നടക്കുക എന്നും പറയുന്നു. പക്ഷേ ഇതിലിപ്പോഴും ഒഫീഷ്യലി ഒരു തീരുമാനം വന്നിട്ടില്ല. ഈ കോണ്ടിനെന്റുകളിലെ ഏറ്റവും ബെസ്റ്റ് ടീം ഏതാണ് എന്ന് തീരുമാനിക്കപ്പെടാനുള്ള മത്സരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഏതായാലും അതാണ് തൊട്ടു മുമ്പിലുള്ള അടുത്ത ഒരു വെല്ലുവിളി. എന്നാൽ ഇനി ഓഫ് ദി പിച്ചിൽ ഒരു വെല്ലുവിളിയുണ്ട്. എങ്ങനെ സ്കലോനി ഈ റീപ്ലേസ്മെൻറ്റുകൾ കൃത്യമായിട്ട് നടത്തും എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഡി മരിയ ഇപ്പോൾ വിരമിച്ചു കഴിഞ്ഞു. ഡി മരിയയ്ക്ക് ഒരു പകരക്കാരൻ വേണം. നിക്കോളാസ് ഓട്ടോമെന്റി, അദ്ദേഹവും അധിക കാലം ഒന്നും തുടരുമെന്ന് തോന്നുന്നില്ല. അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾറെഡി ലിസാൻഡ്രോ മാർട്ടീനസിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പൊസിഷൻ ഇപ്പോൾ കൈമാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമെന്റി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ്. സ്റ്റിൽ അദ്ദേഹം കളിക്കുന്നുണ്ട് ബെൻഫിക്കയിൽ, 36 വയസ്സുണ്ട്. ആൻഡ് ഓൾസോ ഗോയിങ് ഫോർ ദി ഒളിമ്പിക് ഗെയിംസ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അർജന്റീൻ ദേശീയ ടീമിൽ അദ്ദേഹം അധികകാലം ഇനി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. സോ ഒരു പകരക്കാരനെ അവിടെ കാണേണ്ടതുണ്ട്. കൂടാതെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റിലുള്ള ഫ്രാങ്കോ അർമാനിക്ക് 37 വയസ്സായി. സോ അവിടെയും ഒരു പകരക്കാരനെ കാണണം. ജർബൻ പെസല്ല 33 വയസ്സ്, അധികകാലം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഈ താരങ്ങളൊക്കെ എന്തായാലും 2026 വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും കളം വിടും. അപ്പോൾ അവർക്കൊരു പകരക്കാരെ കാണേണ്ടി വരും. അപ്പോൾ മെസ്സിക്ക് ഈ പ്രായമാണ്, പക്ഷെ മെസ്സി സ്പെഷ്യൽ കാറ്റഗറിയാണ്. അദ്ദേഹം എത്ര നാൾ കളിക്കുമെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹം എത്ര നാൾ തുടരുമോ അത്ര നാളും ടീമിലെടുക്കാം എന്ന് സ്കലോനി ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുമാണ്. സോ മെസ്സിയുടെ കാര്യം ഒഴിവാക്കിയാൽ മറ്റ് വെറ്ററൻ താരങ്ങൾക്ക് പകരക്കാരെ കണ്ടെത്തേണ്ടതുണ്ട്. അതാരായിരിക്കും, ആരെയൊക്കെ ഈ ഒരു സ്ക്വാഡിലേക്ക് ഇണക്കി ചേർക്കണം, ഇതൊക്കെയാണ് സ്കലോനിയുടെ മുന്നിലുള്ള മറ്റൊരു സുപ്രധാനമായ വെല്ലുവിളി. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. താരങ്ങളുടെ ആ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി നിലനിർത്തുക. എല്ലാം നേടിക്കഴിഞ്ഞ് ഇനി എന്ത് എന്നൊരു തോന്നൽ വരാതിരിക്കുക. മെസ്സി കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പ്രസൻറ്റ് വളരെ ഉഷാറാണ്, വളരെ നല്ല രൂപത്തിലാണ് അർജന്റീനയുടെ ടീമുള്ളത്. ഫ്യൂച്ചറും അതുപോലെ ആവണം. അപ്പോൾ അതുപോലെ പോകണമെങ്കിൽ ആ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി നിലനിർത്തണം. അതിന് ടീമിനെ മോട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ടത് സ്കലോനിയുടെ മുന്നിലുള്ള വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എന്തായാലും അർജന്റീന അവരുടെ മികവ് വരും മത്സരങ്ങളിലും തുടരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുടെ ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.